എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കുമ്പോൾ ലൈവിൽ പൂണ്ടു വിളിയാടുകയാണ് രേണുസുധി. കാരണം രേണുസുധിയും അനീഷും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. രേണുസുധി കിടന്ന് ഉറങ്ങുകയായിരുന്നെന്നും താൻ വിളിച്ചു എണീപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പട്ടിക്കുരച്ചു ലക്ഷറി ബജറ്റിന്റെ പൈസ പോകുമായിരുന്നെന്നും പോയിന്റ് എല്ലാം കുറഞ്ഞു പോകുമായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് അനീഷ് തുടങ്ങിയതാണ്. നല്ല അടിപൊളി മാരക വഴക്ക് തന്നെ ആയിരുന്നു അത്. അനീഷിനെ പിന്നെ പറയണ്ടല്ലോ, ചൊറിയാൻ അനീഷിനെ കഴിഞ്ഞിട്ടേ വേറെ ആൾ ബിഗ് ബോസിൽ ഉള്ളൂ എന്ന് തന്നെ പറയാം. ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ രേണുസുധി ഒട്ടും തന്നെ കുറയുകയും ഇല്ല. അടിയോടടി ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ഒന്നൊന്നര അടി തന്നെ. രേണുസുധിക്ക് അനീഷിനെ 2 പൊട്ടിക്കണം എന്നൊക്കെയുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നേൽ അനീഷിനിട്ട് രേണുസുധി 2 പൊട്ടിച്ചേനെ. അത്രയ്ക്ക് നല്ല കിണ്ണം കാച്ചി അടിപ്പോർ ആയിരുന്നു അത്. അത്രയ്ക്ക് കലിപ്പ് ആയിരുന്നു രേണുസുധിക്ക് അനീഷിനോട്. അനീഷ് ആണെങ്കിലോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അനീഷ് രേണുവിന്റെ പിന്നാലെ ചൊറിഞ്ഞു വീണ്ടും പോകുകയാണ്. പട്ടിക്കുരച്ചില്ലല്ലോ, പട്ടിക്കുരയ്ക്കാതെ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് എന്നാണ് രേണുസുധി ചോദിക്കുന്നത്. ശരിയാണ്, പട്ടിക്കുരയ്ക്കാതെ അനീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചിലപ്പോ കോണ്ടന്റ് ഒന്നും കിട്ടാതായപ്പോൾ ഇതിൽ പിടിച്ചു കയറുന്നതായിരിക്കാം. താൻ പോടോ, താൻ ഏതാ, മറ്റവനെ മറിച്ചവനെ എന്നു തുടങ്ങി എന്തൊക്കെയോ രേണു അനീഷിനെ പറയുന്നുണ്ട്. നീ എന്നും മറ്റവളെന്നും മറിച്ചവളെന്നും വിളിച്ചാണ് അനീഷും സംസാരിക്കുന്നത്. ഇതിനിടയിൽ സുധിയുടെ പേരും അനീഷ് വലിച്ചിരുന്നുണ്ട്. അതുകൂടി കേട്ടപ്പോൾ ആണ് രേണു കുറച്ചുകൂടി വയലന്റ് ആയി അനീഷിനെ അടിക്കാൻ വരെ തുനിഞ്ഞത്. അങ്ങനെ ഇന്ന് നല്ല ആടാർ അടി തന്നെ ലൈവിൽ നടന്നിട്ടുണ്ട്. രേണുസുധി അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഫൈറ്റിൽ കാണുന്നത്. അതായത് അനീഷിനേക്കാൾ കൂടുതൽ വോയിസ് റൈസ് ചെയ്തിട്ടുണ്ട് രേണുസുധി. അതിൽ എത്രത്തോളം ശരിയും തെറ്റും ഉണ്ട് എന്നത് നോക്കുന്നില്ല. കാരണം അനീഷിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ. ഒരു ചൊറിയൻ ക്യാരക്ടർ പിടിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അവസാനം കഴിഞ്ഞ സീസണിലെ രതീഷിന്റെ ഗതി വരാതിരുന്നാൽ അത്രയും നല്ലത്. എന്തൊക്കെയായാലും ഈ സീസൺ നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെയാണ്. പണികൾ കൊണ്ടും ട്വിസ്റ്റുകൾ കൊണ്ടും നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.